നോക്കൂ, നമുക്ക് പരിഹാരം കണ്ടെത്താനാവാത്തൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ വേദനിക്കുന്നതും ആവലാതിപ്പെടുന്നതും വിഡ്ഢിത്തരമല്ലേ? നമ്മൾ എന്തിനാണ് നമ്മുടെ പരിധിയിലല്ലാത്തൊരു വിഷയത്തെക്കുറിച്ച്, നമുക്ക് പരിഹാരം കണ്ടെത്താനാവാത്തൊരു വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് എപ്പോഴും വേദനിക്കുന്നത്? നമ്മള് വേദനിക്കുന്ന ഒരു വിഷയം എടുത്തു നോക്കിയാല്, അതല്ലെങ്കിൽ നമ്മള് നിരാശപ്പെട്ട ഒരു വിഷയത്തെ എടുത്തു നോക്കിയാല് തീർച്ചയായിട്ടും അതിൽ 99% വിഷയങ്ങളും നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത വിഷയങ്ങളായിരിക്കും. നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ ഉപേക്ഷിച്ചു പോയത്, അപ്രതീക്ഷിതമായി സംഭവിച്ച ചതി, നഷ്ടം, വേർപാട്, ഇതൊക്കെ ആയിരിക്കും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്ന വേദനയും നിരാശയും. ഇത് നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന വിഷയമാണോ? ഒരിക്കലുമല്ല. എന്നിട്ടും ഈ വേദനയുടെ ചുഴിയിൽ അങ്ങനെ അകപ്പെട്ട് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുക. ചുറ്റുമുള്ള എല്ലാ സന്തോഷങ്ങളെയും നമ്മൾ മറന്നു കളയുന്നു, കാണാതെ പോകുന്നു. നമുക്ക് ആഘോഷിക്കാനും നമുക്ക് എൻജോയ് ചെയ്യാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും നമുക്ക് ഒരിക്കലും പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത, നമ്മൾ എന്തൊക്കെ ചെയ്താലും, എത്ര നിലവിളിച്ചാലും, എത്ര വേദനിച്ചാലും ഒരു മാറ്റവും സംഭവിക്കാത്ത ഒരു സംഭവത്തിൽ അകപ്പെട്ട് വേദനിച്ച് നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ നിങ്ങളെ അലട്ടുന്ന, സദാസമയം നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന, തളർത്തുന്ന ഒരു വിഷയത്തെ അവലോകനം ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു വിഷയമാണോ? ആയിരിക്കില്ല. കാരണം അങ്ങനെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു വിഷയമാണെങ്കിൽ നമ്മൾ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തി ആ വേദനയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇത് മറ്റൊരാളുടെ മനസ്സിനെ ഓർത്ത്, മറ്റൊരാളുടെ ചെയ്തിയെ ഓർത്ത്, അതല്ലെങ്കിൽ ഒരിക്കലും തിരുത്താൻ കഴിയാത്തൊരു വിധിയെ ഓർത്തൊക്കെ ആയിരിക്കും നമ്മൾ ഇങ്ങനെ വേദനിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി. അനിയന്ത്രിതമായ ഒരു കാര്യത്തിൽ അകപ്പെട്ട് വേദനിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സന്തോഷത്തിന്റെ മറ്റു ഒരുപാട് വാതിലുകളെ കണ്ടെത്തി അതിലൂടെ പ്രവേശിക്കുക എന്നുള്ളത്, അല്ലെ?